തെരുവുനായ ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോൾ ജനങ്ങളുടെ ജീവിതത്തിന് പുല്ലുവിലയാണോ? വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുന്നു. ദീപക് മലയമ്മ, മുബഷീർ പി അക്ബർ, അരുൺ സോളമൻ, സുനിഷ അയ്യല്ലൂർ, സജോ ദേവസ്യ, അഖിൽ കെ, ശ്യാം ദേവരാജ് എന്നിവരാണ് വിശദവിവരങ്ങളുമായി ചേരുന്നത്. കോഴിക്കോട് വളയത്ത് തെരുവുനായ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്ക്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെയാണ് ഇന്നലെ വൈകിട്ടും ഇന്ന് പുലർച്ചെയുമായി നായ ആക്രമിച്ചത്. ദീപക് മലയമ്മ ചേരുന്നു വിശദാംശങ്ങളുമായി. ദീപക്, ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്ന വാർത്തയാണ് കോഴിക്കോട് നിന്ന് വന്നിരിക്കുന്നത്. 6 പേർക്ക് തെരുവുനായയുടെ കടിയേൽക്കുകയാണ്. അതും ഇന്നലെ വൈകിട്ടും ഇന്ന് പുലർച്ചെയുമായി ഉണ്ടായ സംഭവം. ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ്? ഈ പ്രദേശം അത് തെരുവുനായയുടെ ഭീഷണിയിലുള്ള പ്രദേശമാണോ? റോഷ്നി, ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായിട്ടാണ് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ വളയം ടൗണൊക്കെ വരുന്ന മേഖലയാണ്. ഇന്ന് രാവിലെ ഒരാൾക്ക് കടിയേൽക്കുന്നത്. അദ്ദേഹം വളയം ടൗണിൽ അവിടെ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗത്ത് കടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഭാഗ്യം കൊണ്ട് ഈ 6 പേർക്കും ഗുരുതരമായ പരിക്കില്ല എന്നുള്ള സാഹചര്യം ഉണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ തെരുവുനായ ശല്യം പല ഘട്ടങ്ങളിലായി അവർ പരാതിയായിട്ട് ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും തന്നെ പരിഹരിക്കപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വടകരയും ഒപ്പം തന്നെ നാദാപുരവും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമായിട്ടാണ് ഈ ആളുകളെയൊക്കെ പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടി പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവരൊക്കെ ചികിത്സ തേടി വീട്ടിലേക്ക് മടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആശ്വാസകരമായ സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ രാവിലെ കടിയേറ്റത് ഒരു ലോട്ടറി ഏജന്റിനാണ്. നമ്മളിപ്പോൾ ഒരു ജോലിക്കൊക്കെ പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ബസ് കാത്തു നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുക എന്ന് പറയുന്നത് തീർത്തും അപ്രതീക്ഷിതമാണ്. അങ്ങനെ ഒരു സംഭവം തന്നെയാണ് ഒരു മധ്യവയസ്കനാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വേണം എന്നുള്ള ആവശ്യം കുറേ നാളുകളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ ആവശ്യത്തിന് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് ആ നിലയ്ക്ക് പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ 6 പേരെ സംബന്ധിച്ച് ഗുരുതരമായ പരിക്കുകളിലേക്ക് പോകാതെ രക്ഷപ്പെട്ടു എന്നുള്ള അവസ്ഥയുണ്ട്. പക്ഷേ നായ പിടികൂടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഇനി കടക്കേണ്ടതുമുണ്ട്. തീർച്ചയായും ഈ ഗുരുതര പരിക്കുകളില്ല എന്നുള്ളത് ആശ്വാസമാണെങ്കിലും തെരുവുനായയുടെ ആക്രമണം സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതിനെന്താണ് കൃത്യമായ പ്രതിവിധി? അതുതന്നെയാണ് ഇപ്പോഴും ഉയരുന്ന ചോദ്യം.